പഞ്ചർ കിട്ടിയ ഒരു മൊട്ട ടയർ മാറ്റുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ്. സിയറ്റിന്റെ സൂം എന്ന് പറയുന്ന ടയറാണ്. അതാകുമ്പോൾ ഓവർ അപ്സൈസും അല്ല, എന്നാൽ കാണാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്പോർട്ടി ലുക്ക്. ക്ലറേഷൻ്റെ ആ ഒരു പ്രോപ്പർ ഔട്ട് കിട്ടില്ല, അങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ളത് നമ്മുടെ ജസീലിൻ്റെ വണ്ടി കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം ജസീലിൻ്റെ, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ വണ്ടിയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പം ഇവൻ്റെ വണ്ടിയിലുള്ള ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ടയറിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പം ഏകദേശം മുട്ട നല്ല പരിവായിട്ടുണ്ട്. ഈ മുട്ടയിൽ തന്നെ നോക്കി ഒരു പഞ്ചറങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇവിടെയാണ് ആ പഞ്ചർ. അപ്പോൾ പഞ്ചർ കിട്ടിയ ഒരു മൊട്ട ടയർ മാറ്റുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ്. ഇതിൽ നിലവിലുള്ള ടയർ എന്ന് പറയുമ്പം MRFിൻ്റെ സ്റ്റോക്ക് ടയറാണ്. അതായത് വണ്ടി വാങ്ങിക്കുന്ന സമയത്തുള്ള ടയറാണ്. MRFിൻ്റെ റെവ്സസ് എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നതെന്ന് പറയുമ്പം നോക്കട്ടെ, 140 ആട്ടോ. ഞാൻ ഈ ജസീലിന് സജസ്റ്റ് ചെയ്ത ടയർ എന്ന് പറയുമ്പം ഏതേനി ഞാൻ മറന്നുപോയി, സിയറ്റിൻ്റെ സൂം എന്ന് പറയുന്ന ടയറാണ്. അതാകുമ്പോൾ ഓവർ അപ്സൈസും അല്ല, എന്നാൽ കാണാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്പോർട്ടി ലുക്കും തരും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ളത് 140 ആണ്, അത് 150 ആണ് വരുന്നത്. അതും റേഡിയൽ ടയർ തന്നെയാണ്, അതായിരിക്കും ഒന്നും കൂടെ കംഫർട്ടബിൾ. പിന്നെ അത് യൂസ് ചെയ്ത റിവ്യൂ ഒക്കെ ഞാൻ കണ്ടപ്പം എല്ലാവരും പോസിറ്റീവ് അഭിപ്രായം പറയുന്നത്, നല്ല ലൈഫ് കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറയുന്നത് കൊണ്ടും ഞാൻ ആ ഒരു ടയർ തന്നെയാണ് അവന് ചൂസ് ചെയ്തത്, അവന് സെലക്ട് ചെയ്ത് കൊടുത്ത ടയർ. അപ്പോൾ ആ ഒരു ടയർ മാറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഈ ഒരു ടയർ എത്ര ഓടി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റോക്ക് ടയർ എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റി എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓടോ 16,600 കിലോമീറ്റർ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ടയർ വെച്ച് ബാക്ക് ഓടിയിട്ടുണ്ട്. ഫ്രണ്ട് അത്യാവശ്യം ഇനിയും ഓടാൻ വേണ്ടിയിട്ടുള്ളൊരു 30 to 35% ഫ്രണ്ട് ടയർ ഇനിയും ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ നിലവിലുള്ള ടയർ കണ്ടീഷൻ. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് ഇതിൻ്റെ നമ്മൾ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ ജസീലിന് ഇങ്ങനത്തെ കാര്യമൊന്നും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം, അപ്പോൾ അവനെന്നൊക്കെ പറയുമ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു യന്ത്രം പോലെ കാണുന്ന മനുഷ്യനാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്ന ഒരു യന്ത്രം എന്നുള്ള രീതിക്ക് അത്രേ കാണുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് കെയർ ചെയ്ത് നടക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും ഒരു താല്പര്യമില്ലാത്ത ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓന് ആ ഒരു കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ച്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, അതുപോലെ വീഡിയോ ആവും എന്നുള്ള രീതിക്കാണ് സംഭവം. നമ്മളൊക്കെയാണ് ഓനൊരു ഹെൽപ്പ് ചോദിച്ചു, നമ്മൾ ചെയ്യുന്നു, പിന്നെ എനിക്കൊരു കണ്ടന്റ് ആവും. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതിപ്പോൾ ഓടിക്കാന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ വണ്ടി നമ്മൾ കൈവിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ജസീൽ എന്ന് പറയുമ്പം ആ ഒരു വണ്ടി യൂസ് ചെയ്ത് ടയറുള്ള സമയത്തോ യൂസ് ചെയ്ത് ഇങ്ങനെ ടയർ ഇല്ലാതായല്ലേ. അപ്പോൾ ആ ഒരു സമയത്തുള്ള മാറ്റം നമുക്ക് മനസ്സിലാവും, ഏത് ഭാഗത്ത് എങ്ങനെ ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടയറില്ലാത്ത ഫീല് അറിയുക, അതൊരു നെഗറ്റീവ് ആവുക എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വേറൊരാൾക്ക് വണ്ടി കൈവിട്ടി ഈ ഒരു ടയറിൻ്റെ അവസ്ഥയിൽ കൊടുക്കുമ്പം ഒരു പക്ഷേ അത് അപകടങ്ങൾക്ക് കാരണമാവാമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടയറിൻ്റെ അവസ്ഥ മോശമാണ്. കോർണറിങ് ഒക്കെ ചെയ്യുമ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും ഒരു പക്ഷേ ടയർ മോശമായ സ്ഥിതിക്ക് വണ്ടി സ്കിഡ് ചെയ്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പെട്ടെന്ന് മൊട്ട ടയറൊക്കെ ആകുമ്പോഴേക്ക് പെട്ടെന്ന് മാറ്റുക, അതാണ് ഏറ്റവും ബെറ്റർ. പോകുന്ന ഷോപ്പ് എന്ന് പറയുമ്പോൾ പരപ്പനങ്ങാടിയുള്ള ബോംബെ ടയേഴ്സൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മുമ്പ് RCൻ്റെ ടയർ അവിടെ നിന്നാണ് ചേഞ്ച് ചെയ്ത്, അതുപോലെ നമ്മൾ വീൽ ബാലൻസ് ഒക്കെ അവിടെ നിന്നാണ് ചെയ്തത്. ഇപ്പോൾ ഇതിന് നോർമലി വീൽ ബാലൻസ് ഇപ്പോഴേ ഇല്ല, സ്റ്റോക്കിൽ MT ഇല്ല, കമ്പനിയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീൽ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് സംസാരിക്കാം. ഇങ്ങനെയുള്ള കണ്ടീഷനിലെല്ലാം വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡ് എടുക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. നോർമൽ പോക്ക് പോയാൽ മതി ഈ ഒരു കണ്ടീഷനിലൊക്കെ. പെട്ടെന്ന് ടയർ മാറ്റുന്നത് തന്നെയാണ് ബെറ്റർ. ഇത് കാരണം കുറേ നെഗറ്റീവ്സ് ഉണ്ട്. നമുക്ക് കറക്റ്റ് ആ ഒരു ആക്സിലറേഷൻ കിട്ടില്ല. അതായത് ആ ഒരു പ്രോപ്പർ ടയറിൽ ത്രെഡ് ഉണ്ടാവുന്ന ഒരു ആക്സിലറേഷൻ ഉണ്ടാവില്ല, അത് കിട്ടില്ല. ബിക്കോസ് നമ്മളെ ടയർ സ്കിപ്പായി പോകും, ടയർ ഇങ്ങനെ എന്താ പറയുക സ്കിഡായി പോകും. ആ ഒരു ആക്സിലറേഷൻ്റെ ആ ഒരു പ്രോപ്പർ ഔട്ട് കിട്ടില്ല. അങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് ഈ ഒരു മൊട്ട ടയർ വെച്ച് ഓടുന്നതുകൊണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതാണ് എല്ലാം കൊണ്ടും ബെറ്റർ. പരപ്പനങ്ങാടി ടൗണെല്ലാം കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ബോംബെ ടയേഴ്സ് എന്ന് കാണും. ഇതാണ് ടയേഴ്സ്. ഇവിടെ നിന്നാണ് നമ്മൾ മുമ്പ് RCക്ക് വീൽ ബാലൻസ് എല്ലാം ചെയ്തത്. അപ്പോൾ വീൽ ബാലൻസ് ചെയ്യാൻ താല്പര്യമുള്ള ഡൊമിനാർ, RC, ഡ്യൂക്ക് പോലുള്ള വണ്ടികൾക്കൊക്കെ ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഏരിയയിൽ വേറെ എവിടെയും വീൽ ബാലൻസിങ് ഇല്ല. ഇതാണ് ടയർ, സിയറ്റിൻ്റെ സൂം റാഡ് X1 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. സൈസ് ഇതേ 150/16 R7 MC 66H എന്നൊക്കെയാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടയറാണ് നമ്മൾ ജസീലിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്ത് കൊടുത്ത ടയർ. എങ്ങനെയുണ്ട്?
മാറ്റി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫസ്റ്റ് ഓടിച്ചപ്പോൾ തന്നെ ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. തുടക്കത്തിലുള്ള ഒരു ആക്സിലറേഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ വണ്ടി എടുക്കുമ്പോഴുള്ള ആ ഒരു ആക്സിലറേഷനിലൊക്കെ ആ ഒരു ചേഞ്ച് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. പ്രോപ്പർ ഔട്ട് ടയറിൽ കിട്ടണമെങ്കിൽ ടയർ കറക്റ്റ് ത്രെഡ് വേണം, ഇല്ലെങ്കിൽ ആ ഒരു ടയർ ഇങ്ങോട്ട് സ്പിന്നായി പോകും. അതായത് ജസ്റ്റ് പിടുത്തം കിട്ടാതെ കൊണ്ട് സ്പിന്നായിട്ടായിരിക്കും പിടുത്തം കിട്ടി വരുന്നത്. ആ ഒരു പക്ക ഓൺ ടൈമിൽ എന്താ പറയുക ടയറിന് പിടുത്തം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാരണം ആ ഒരു ഫീലിങ്സ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റിയിരുന്നു. അതായത് വണ്ടി ഓടിക്കുമ്പോൾ ടയർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ഒരു സെറ്റപ്പ് അറിയാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പം അത് കംപ്ലീറ്റ്ലി സോൾവ് ആയിട്ടുണ്ട്. ഒരു കോൺഫിഡൻ്റ് ആയി, ഒന്നും കൂടെ സമാധാനത്തിൽ കോർണർ എടുക്കാനും എല്ലാത്തിനും ഒരു കോൺഫിഡൻ്റ് ആയി ഇപ്പോൾ ടയർ ചേഞ്ച് ചെയ്തപ്പോൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏരിയയിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് വീൽ ബാലൻസിങ്. അത് അവിടെ ഉണ്ട്, ഈ വണ്ടിക്ക് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു വണ്ടിയിൽ ഓൾറെഡി ആ ഒരു സംഭവം ഒന്നും ചെയ്തിട്ടില്ല. അതായത് കമ്പനി തരുമ്പോഴേ വീൽ ബാലൻസിങ് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ RC-യിൽ അതുപോലെ ഡ്യൂക്ക്, NS, ഡൊമിനാർ അങ്ങനെയുള്ള കുറച്ച് വണ്ടികളിലൊക്കെ ഈ ഒരു സംഭവം ഓൾറെഡി ചെയ്തു വരുന്നുണ്ട്. കമ്പനി ചെയ്യുന്നതാണ്. അതുപോലെ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഏറെക്കുറെ പേരെല്ലാം അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുമാണ് വീൽ ബാലൻസിങ് ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഈ ഏരിയയിൽ തപ്പുന്നവരുണ്ടെങ്കിൽ ഇവിടെ അതിന് പറ്റിയ സ്പോട്ട് ഉണ്ടെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടെ ഉള്ളത്. ഞാൻ തന്നെ ഇവിടുന്ന് ട്രിവാൻഡ്രമൊക്കെ പോകാൻ നിന്നതാണ് എൻ്റെ RC-യിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ഷോപ്പ് ഞാൻ ഫൈനലി കണ്ടുപിടിച്ചു. സോ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് എല്ലാവരും എന്നറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ആ ഒരു ലുക്കൊന്ന് കാണാം. പിന്നെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ, ഈ ചങ്ങായിക്ക് ഇതിൻ്റെ ഹഗ്ഗർ ഊരി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഹഗ്ഗർ ഉണ്ടായിട്ട് ഒരു ലുക്കും ഇല്ല വണ്ടി. ഇതിൻ്റെ ഹഗ്ഗറാണെങ്കിൽ ഒരുമാതിരി പാള പോലുള്ള വലിയൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹഗ്ഗർ ഊരി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അവർക്ക്. അപ്പോൾ അത് നടക്കുമോ നോക്കാം കേട്ടോ. നമുക്ക് യമഹ സ്റ്റോക്കായിട്ട് തരുന്ന MRF-ൻ്റെ റൗസ് S എന്ന് പറയുന്ന ആ ഒരു ടയർ കിട്ടിയ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 16,646 640 കൂട്ടിയാൽ മതി. 640 ആ റേഞ്ചാണ് നമുക്ക് മാക്സിമം കിട്ടിയത്. ഇനി ഒരു 500 കിലോമീറ്ററൊക്കെ ഇനി ഓടാം. പക്ഷേ വഴിയിൽ ടയർ പൊട്ടി കിടക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു ടയറിൻ്റെ ലൈഫ് വന്നത്. പിന്നെ ഈ ഒരു ടയറിന് എത്രത്തോളം ലൈഫ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ടയറൊക്കെ തീരുമ്പോഴേക്ക് മാറ്റാനാകുമ്പോഴേക്ക് അവൻ്റെ കയ്യിൽ വണ്ടിയും ഞാനും ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആ ഒരു കറക്റ്റ് ലൈഫ് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് പ്രോപ്പറായിട്ട് നമ്മൾ എയർ ഫില്ല് ചെയ്യണം. എയർ വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എയർ കുറഞ്ഞ് ഓടി കഴിഞ്ഞാൽ ടയർ പെട്ടെന്ന് തേഞ്ഞ് തീരും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എയറിൻ്റെ കാര്യം. എയർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മാസത്തിൽ 1 or 2 തവണ പ്രോപ്പറായിട്ട് എയർ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ടയറിൻ്റെ ലൈഫിനും അതുപോലെ വണ്ടിയുടെ ഒരു പെർഫോമൻസിനും മൈലേജിനും എല്ലാത്തിനും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ അതെന്തായാലും ചെക്ക് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഔട്ട് കിട്ടാനുള്ള എന്താ പറയുക ആ ഒരു മെയിൻ്റനൻസിൽ പെട്ട സംഭവമാണ്. ചിലരൊക്കെ MT-യിൽ വലിയ രീതിക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടിട്ടില്ല. പക്ഷേ ജെസ്സിയിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചെയിൻ സ്പ്രോക്കറ്റ് എല്ലാം ലൂബ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ലൂബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവാണ്. മാക്സിമം നമുക്ക് ചെയിൻ്റെയും അതുപോലെ ടയറിൻ്റെയൊക്കെ മാക്സിമം അതുപോലെ മൈലേജിൻ്റെയും മാക്സിമം നമുക്ക് കിട്ടും. സോ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഈ ഒരു വണ്ടിയുടെ ഹഗ്ഗർ അയക്കുവാണെങ്കിൽ അതിൻ്റെ വിഷ്വലും കൂടെ കാണിച്ച് തന്നിട്ട് വൈൻഡപ്പ് ചെയ്തേക്കാം. ബൈ ഗൈസ്.